നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. മനുഷ്യർ ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ഇന്നും കല്ലുകൊണ്ടുള്ള ആയുധങ്ങളുമായി വേട്ടയാടി ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ആൻഡമാൻ കടലിൻ്റെ നടുവിൽ പുറം ലോകത്തിന് പ്രവേശനമില്ലാത്ത ഒരു നിഗൂഢ ദ്വീപ്. അതാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. കഴിഞ്ഞ 60,000 വർഷങ്ങളായി ഇവർ ഇവിടെയുണ്ട്. അങ്ങോട്ട് ചെന്നവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. എന്താണ് ഈ ദ്വീപിൻ്റെ രഹസ്യം? എന്തുകൊണ്ടാണ് ഇന്ത്യൻ സർക്കാർ ഇങ്ങോട്ടേക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ഈ ദ്വീപിനെ കുറിച്ച് ലോകം അറിഞ്ഞു തുടങ്ങിയത് മുതൽക്കേ ഭീകരമായ കഥകളാണ് പുറത്തു വന്നത്. 1880-കളിൽ ബ്രിട്ടീഷ് ഓഫീസറായ മൗറിസ് വിഡൽ പോർട്ട്മാൻ ഈ ദ്വീപിലിറങ്ങിയത്രേ. അദ്ദേഹം അവിടുത്തെ 2 മുതിർന്നവരെയും 4 കുട്ടികളെയും നിർബന്ധപൂർവം പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ പുറം ലോകത്തെ അസുഖങ്ങൾ ബാധിച്ച ആ മുതിർന്നവർ ഉടൻ തന്നെ മരണപ്പെട്ടു. കുട്ടികളെ അദ്ദേഹം ദ്വീപിൽ തിരികെ കൊണ്ടാക്കി. ഒരുപക്ഷെ ഈ സംഭവമായിരിക്കാം പുറം ലോകത്തുള്ളവർ ശത്രുക്കളാണെന്ന ചിന്ത ആ ഗോത്രവർഗക്കാരിൽ ഉറപ്പിച്ചത്. ചരിത്രത്തിൽ ഒരേയൊരു തവണ മാത്രമേ ഈ ഗോത്രവർഗക്കാർ പുറം ലോകവുമായി സൗഹൃദത്തിൽ ആയിട്ടുള്ളൂ. 1991-ൽ ഇന്ത്യൻ നരവംശാസ്ത്രജ്ഞനായ TN പണ്ഡിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി. അവർ ദ്വീപ് നിവാസികൾക്ക് തേങ്ങകളും മധുരപലഹാരങ്ങളും നൽകി. അന്നവർ അക്രമം കാണിക്കാതെ വെള്ളത്തിലിറങ്ങി വന്ന് സമ്മാനങ്ങളെല്ലാം സ്വീകരിച്ചു. എന്നാൽ ആ സൗഹൃദം അധികകാലം നീണ്ടു നിന്നില്ല. പിന്നീട് അങ്ങോട്ട് പോയവരെയെല്ലാം അവർ അമ്പെയ്താണ് നേരിട്ടത്. 2004-ലെ ഭീകരമായ സുനാമി ഓർമ്മയില്ലേ? ആൻഡമാനിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ സെന്റിനൽ നിവാസികളെല്ലാം മരിച്ചു പോയിട്ടുണ്ടാകുമെന്നാണ് ലോകം കരുതിയത്. എന്നാൽ വിവരങ്ങൾ അന്വേഷിക്കാൻ പോയ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററിനെ അമ്പും വില്ലുമായി ഒരു ഗോത്രവാസിയായ യുവാവ് എതിരേൽക്കുന്നതാണ് കണ്ടത്. ആധുനിക സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതെ അവർ ആ മഹാപ്രളയത്തെ എങ്ങനെ അതിജീവിച്ചു എന്നത് ഇന്നും ഒരു മഹാ അത്ഭുതമാണ്. ഏറ്റവും ഒടുവിലായി 2018-ൽ ലോകം ഈ ദ്വീപിനെക്കുറിച്ച് ഞെട്ടലോടെ ഒരു വാർത്ത കേട്ടു. ജോൺ അലൻ ചൗ എന്ന അമേരിക്കൻ മിഷണറി നിയമങ്ങൾ ലംഘിച്ച് രഹസ്യമായി ആ ദ്വീപിലിറങ്ങി. പിറ്റേന്ന് കടൽ തീരത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആ ഗോത്രവർഗക്കാർ വലിച്ചിഴയ്ക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. കാരണം അങ്ങോട്ട് പോയാൽ കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നു. എന്തിനാണ് അവരെ ഇങ്ങനെ വിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അവർക്ക് നമ്മുടെ ലോകത്തെ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ വൈറസ് മതി ആ ഗോത്രത്തെ മുഴുവൻ തുടച്ചു നീക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അവരെ അവരുടെ വഴിക്ക് വിടുക എന്ന നയം സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. മനുഷ്യൻ പുരോഗതിയുടെ ഉച്ചിയിൽ നിൽക്കുമ്പോഴും പ്രകൃതിയോട് ചേർന്ന് ഇന്നും ജീവിക്കുന്ന ആ മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? അവർക്ക് പുറം ലോകത്തിൻ്റെ അറിവുകൾ നൽകണോ അതോ അവരെ സ്വതന്ത്രമായി വിടണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നന്ദി.